out students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TG, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a core paper for semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 17th lecture of the series. In this lecture, we are discussing about the exceptions to the law of demand. Let us discuss. There are certain conditions in which the general law of demand does not function. These conditions are known as exceptions to the law of demand. Here, the demand of the commodity increases when its price increases and vice versa. Thus, the demand curve here will slopes upward to the right. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതാണ്. അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡിലെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പാണ് ഡി ഡിമാൻഡ് കർവിനുള്ളത്. ചില കേസുകളിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയുകയും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടുകയും ചെയ്യുന്ന കേസുകളാണ് എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എക്സെപ്ഷണൽ കേസിലെ ലോ ഓഫ് ഡിമാൻഡ് കർവ് ഷോ ചെയ്യുന്നത് അപ്വേർഡ് ടു ദ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. റൈറ്റിൽ അപ്വേർഡ് ആണ് ഡി ഡിമാൻഡ് കർവ് എക്സെപ്ഷണൽ കേസിൽ ഉണ്ടാവുന്നത്. ഈ ഡയഗ്രാം ഷോ ചെയ്യുന്നത് when the price decreases to OP1, demand increases to OQ1. And when the price increases to OP2, demand increases to OQ2. Thus the demand curve DD slopes upward to the right. Then let us discuss what are the conditions of exception to the law of demand. First one, expectations regarding price variation. When consumers anticipate a still further increase in price, they may buy more the same now even if the price is going up. This helps them to avoid a still higher increase at a later time. Likewise, if the consumer expects a greater decrease in the price in future, they may not demand more now, hoping to get the same commodity in future at a still lower price. കൺസ്യൂമർ ബൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണ് എങ്കിൽ കൂടുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ തന്നെ ആ സെയിം കമ്മോഡിറ്റി കുറച്ച് കൂടുതൽ മേടിച്ച് വയ്ക്കാൻ കൺസ്യൂമേഴ്സ് ശ്രമിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമെന്നാണ് ഒരു കമ്മോഡിറ്റിയെ കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവർ കുറഞ്ഞതിന് ശേഷം മേടിക്കാൻ വേണ്ടി ഇപ്പോൾ കൂടുതൽ അവർ ഡിമാൻഡ് ചെയ്യില്ല. കുറഞ്ഞതിന് ശേഷം മേടിക്കാൻ വേണ്ടി അവരുടെ കൺസംഷനെ അവർ പോസ്റ്റ്പോൺ ചെയ്യും, മാറ്റിവെക്കും. ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയും. അതുകൊണ്ടാണ് ഈ ഒരു കേസ് എക്സെപ്ഷണൽ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കണ്ടീഷനാണ് സ്റ്റാറ്റസ് സിംബൽ ഗുഡ്സ്. Status symbol goods or prestige goods are bought for enhancing social prestige or for displaying wealth and richness. Example, diamond, jewelry, rare paintings, etc. The higher the price, the greater the prestige attached to the commodity. These types of goods thus enjoy a higher demand when the price goes up. According to T. Veblen, an American economist, these goods are not purchased for the direct satisfaction but for their snob appeal or ostentation. Veblen categorized these goods as conspicuous consumption goods. As the phenomenon was observed by Veblen, it is called Veblen effect. അടുത്ത എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് ആണ്. അടുത്ത കണ്ടീഷൻ സ്റ്റാറ്റസ് സിംബൽ ഗുഡ്സ്. സ്റ്റാറ്റസ് സിംബൽ ഗുഡ്സിനെ തന്നെയാണ് പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുന്നത്. പ്രസ്റ്റീജ് കാണിക്കാൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഡയമണ്ട്, ജ്വല്ലറി, റെയർ പെയിൻറ്റിങ്സ് ഇതൊക്കെ വാങ്ങിക്കുന്നത്
ഒരു സോഷ്യൽ പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട് എങ്കിൽ അവർ ആ സാധനങ്ങൾ, ആ കമ്മോഡിറ്റീസൊക്കെ കൂടുതൽ പ്രൈസാണ് എങ്കിൽ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അവരുടെ പ്രസ്റ്റീജിനനുസരിച്ച് അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ടി വെബ്ലൻ ഇങ്ങനെയുള്ള ഗുഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കോൺസ്പീഷ്യസ് കൺസംഷൻ ഗുഡ്സിൻ്റെ കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റിനെ വെബ്ലൻ എഫക്റ്റ് എന്നും അറിയപ്പെടും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടുന്ന കേസിലുള്ള എക്സെപ്ഷണൽ കേസ് തന്നെയാണ് സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സിനും ഉള്ളത്. Then the third one is inferior goods or giffen goods. Another exception to the law is giffen goods. Sir Robert Giffen observed that if the price of a commodity consumed mostly by poor households as a necessary item increases, its demand increases instead of decreasing. This phenomenon is known as Giffen paradox. Giffen goods are inferior goods. മൂന്നാമത്തെ എക്സെപ്ഷനാണ് ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൺ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാലും ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാലും ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സർ റോബർട്ട് ഗിഫൻ്റെ ഒബ്സർവേഷനിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, ആ ഒരു കമ്മോഡിറ്റി നെസസറി ഐറ്റം ആണ് എങ്കിൽ, പുവർ ഹൗസ് ഹോൾഡ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിലും അത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നതിന് പകരം ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. സർ റോബർട്ട് ഗിഫൺ ഒബ്സർവ്ഡ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് അയർലൻഡ് ഇൻ ദ ഏർലി പാർട്ട് ഓഫ് ദ 19th century were very poor and they spent a major part of their income on potatoes and a small portion on meat. Potato was the cheapest food item available to them. The meat was a superior one to them. When the price of potato increased, they did not shift to other goods as there was no other cheaper substitute for potato. So, they reduced the consumption of meat to maintain the same old level of consumption of potato. ഗിഫൻ്റെ ഒബ്സർവേഷനിൽ പറഞ്ഞു, അയർലൻഡിലുള്ള 19th centuryയിലുള്ള പുവർ പീപ്പിൾ അവരുടെ മേജർ പാർട്ട് ഓഫ് ഇൻകവും അവർ പൊട്ടറ്റോ മേടിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. സ്മോൾ പോർഷൻ മാത്രമാണ് അവർ മീറ്റ് മേടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു ചീപ്പസ്റ്റ് ഫുഡ് ഐറ്റമാണ്, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷെ മീറ്റ് ഒരു സുപ്പീരിയർ ഐറ്റമാണ്. പൊട്ടറ്റോയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം അവർ പൊട്ടറ്റോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറൊരു പ്രോഡക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കൺസംഷൻ, മീറ്റിൻ്റെ കൺസംഷൻ കുറച്ചുകൊണ്ട് പൊട്ടറ്റോ സെയിം ലെവലിൽ കൺസംഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പം പ്രൈസ് കൂടുമ്പം, പൊട്ടറ്റോയുടെ പ്രൈസ് കൂടുമ്പം അവിടെ ഡിമാൻഡ് കുറയുകയല്ല ചെയ്യുന്നത്, പകരം അവർ മീറ്റ് കുറച്ചുകൊണ്ട് പൊട്ടറ്റോ സെയിം ലെവലിൽ കൺസംഷൻ നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇതും എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു കണ്ടീഷനാണ്. ഫോർത്ത് വൺ ഈസ് ഡിപ്രഷൻ. In times of depression, the prices of commodities will be very low and the demand for them also will be very less. This is because of the poor purchasing power of the people. എക്കണോമിയിലൊരു ഡിപ്രഷൻ പീരീഡ് ആണ് എങ്കിൽ അവിടെ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആൾക്കാരുടെ കയ്യിൽ ഇൻകം കുറവായിരിക്കും, പ്രോഡക്റ്റുകളുടെ പ്രൈസ് കുറവായിരിക്കും, പർച്ചേസിങ് പവറൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറഞ്ഞിരുന്നാലും ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ആ കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് ഇൻകമേ ഉള്ളൂ, പ്രൈസ് കുറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. സാധാരണ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യണം, പ്രൈസ് കൂടുമ്പോൾ കുറച്ച് ഡിമാൻഡ് ചെയ്യണം. പക്ഷേ ഡിപ്രഷൻ പീരീഡിൽ പ്രൈസ് കുറഞ്ഞിരുന്നാലും നമുക്ക് കുറച്ചേ ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻകം ഉണ്ടാവുകയില്ല. കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ഇല്ലാത്തത് കൊണ്ടാണ് പ്രൈസ് കുറഞ്ഞിരുന്നാലും കുറച്ച് മാത്രം ഡിമാൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇഗ്നറൻസ്. സം കൺസ്യൂമേഴ്സ് ആർ ഓഫ് ദ നേഷൻ ദാറ്റ് ഹൈ പ്രൈസ്ഡ് ഗുഡ്സ് ആർ ഹൈ ക്വാളിറ്റി ഗുഡ്സ്. When its price is lowered, they think that the quality also has declined. So, they may not buy when price falls. ചില കൺസ്യൂമേഴ്സ് തിങ്ക് ചെയ്യും ഹൈ പ്രൈസ്ഡ് ഗുഡ്സ് ആണ് എങ്കിൽ അതിന് ഹൈ ക്വാളിറ്റി ഉണ്ടായിരിക്കും.
ലോ പ്രൈസിൽ ആ ഒരു ഗുഡ്സ് കൊടുക്കുന്നത് ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് എന്ന് തിങ്ക് ചെയ്യുന്ന ചില കൺസ്യൂമേഴ്സ് ഉണ്ട്. അവർ പ്രൈസ് കൂടുമ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞതിനെ ഡിമാൻഡ് ചെയ്യുകയും പ്രൈസ് കുറയുമ്പോൾ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞതിനെ ഡിമാൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അതാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 6th one, out of fashion. If a commodity goes out of fashion, its demand will fall even when its price is reduced. ഔട്ട് ഓഫ് ഫാഷൻ ആവുന്ന ഒരു കമ്മോഡിറ്റി ആണ് എങ്കിൽ ഫാഷൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും ഫാഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണ് എങ്കിൽ, ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അതിൻ്റെ പ്രൈസ് കുറഞ്ഞിരുന്നാലും നമ്മൾ ചിലപ്പം അതിനെ ഡിമാൻഡ് ചെയ്യണമെന്നില്ല. പ്രൈസ് കുറഞ്ഞിരുന്നാലും ഡിമാൻഡ് ചെയ്യാത്തൊരു കേസാണ് ഔട്ട് ഓഫ് ഫാഷൻ ആവുന്ന ഒരു കേസ്. നെക്സ്റ്റ്, സ്പെഷ്യൽ ഒക്കേഷൻസ്. In special occasions like festivals, marriage, etc., people buy more even when price is at an increase. അടുത്ത എക്സെപ്ഷണൽ കേസാണ് സ്പെഷ്യൽ ഒക്കേഷൻസ്. ഇപ്പം മാരേജ് വരിക, ഫെസ്റ്റിവൽ വരിക, അപ്പോഴെല്ലാം നമ്മൾ കൂടിയ പ്രൈസിലുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും നമ്മൾ ഡിമാൻഡ് ചെയ്യുക. എക്സാമ്പിൾ, ഇപ്പം മാരേജ് വരുമ്പോൾ നമ്മൾ ക്ലോത്ത്സ് എടുക്കും. കുറഞ്ഞ പ്രൈസിലുള്ള തുണിയായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ പ്രൈസ് കൂടിയിരിക്കുന്ന ക്ലോത്ത്സിനായിരിക്കും അവിടെ കൂടുതൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുക. അത് ഇതിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് സ്പെഷ്യൽ ഒക്കേഷനെ പറയാം. നെക്സ്റ്റ് വൺ, ബ്രാൻഡ് ലോയൽറ്റി. ഇഫ് എ കൺസ്യൂമർ ഹാസ് സ്ട്രോങ് ബ്രാൻഡ് പ്രിഫറൻസസ്, he will stick on to that even when the price increases. For example, if a person prefers an iPhone, he will insist on buying the same even if its price is high. ബ്രാൻഡ് ലോയൽറ്റി പ്രിഫർ ചെയ്യുന്ന കൺസ്യൂമർ ആണ് എങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞത് ഐഫോൺ പ്രിഫർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ ഐഫോണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അയാളുടെ സെയിം ബൈങ് തന്നെയായിരിക്കും നടത്തുക. അപ്പം ഐഫോണിനുണ്ടാവുന്ന ഡിമാൻഡ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അവിടെ പ്രൈസിലുണ്ടാവുന്ന വേരിയേഷൻസ് അവിടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. നെക്സ്റ്റ് വൺ, ഗുഡ്സ് ഓഫ് ഹൈ പ്രൈസ്. The law of demand is not applicable to the commodities the price of which are very high. Precious jewels, costly watches, high-priced cars, etc. are examples of this. Even if the price of these commodities fall, the middle income or low income group cannot purchase these commodities. Hence, an increase or decrease in the price of these commodities do not affect its demand. ഹൈ പ്രൈസുള്ള ഗുഡ്സിലെ അല്ലെങ്കിൽ ഹൈ പ്രൈസുള്ള കമ്മോഡിറ്റിയിൽ ആപ്ലിക്കബിൾ ആവില്ല ലോ ഓഫ് ഡിമാൻഡ്. എക്സാമ്പിൾ, പ്രഷ്യസ് ജുവൽസ്, കോസ്റ്റ്ലി വാച്ചസ്, ഹൈ പ്രൈസ്ഡ് കാർസ്, ഇതൊക്കെ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഹയർ ഇൻകം ഗ്രൂപ്പുകാരാണ്. ഇപ്പം മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരും ലോവർ ഇൻകം ഗ്രൂപ്പുകാരും ഈ പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കുറയുന്നു എന്ന് പറഞ്ഞ് മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരും മേടിക്കില്ല, ലോവർ ഇൻകം ഗ്രൂപ്പുകാരും ഇതിനെ ഡിമാൻഡ് ചെയ്യില്ല. ഹയർ ഇൻകം ഗ്രൂപ്പുകാർ ഡിമാൻഡ് ചെയ്യുന്ന ഹൈ പ്രൈസുള്ള ഗുഡ്സിൻ്റെ ഡിമാൻഡ് എപ്പോഴും അവർ മാത്രമായിരിക്കും അതിനെ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അതിൻ്റെ ഡിമാൻഡിനെ അത് അഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, എമർജൻസീസ്. The law does not apply to the period of emergencies like war, flood, drought, etc. As the people will be scared of the future availability of goods, they may stock more even when the price goes up. എമർജൻസീസ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ, ഇപ്പം വാർ, ഫ്ലഡ്, ഡ്രോട്ട് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സാധനങ്ങളുടെ പ്രൈസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറേ ഇല്ല. ഫ്യൂച്ചറിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആകില്ല എന്ന് വിചാരിച്ച് നമ്മളതിനെ ആ സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു എമർജൻസി കേസിൽ നമ്മൾ മെഡിസിൻ മേടിക്കുകയാണ്. അപ്പം എമർജൻസി ആണ്, മെഡിസിൻ്റെ പ്രൈസ് അവിടെ കൂടി എന്ന് പറഞ്ഞ് നമ്മളവിടെ ഡിമാൻഡ് ചെയ്യാതിരിക്കുമോ? ഇല്ല, നമ്മൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ എമർജൻസി കേസിലും പ്രൈസ് ഇൻക്രീസ് ചെയ്തിരുന്നാലും ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. ദീസ് ആർ ദ എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. Okay, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.